ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി സമാഗതമാകുകയാണ്. വലിയൊരു ആഘോഷമാണ് ഗുരുദേവ ഭക്തന്മാർക്കും വിശ്വാസികൾക്കും. കാരണം അവരുടെ ഗതിയെ, അവരുടെ വിധിയെ മാറ്റി മറിച്ച ആ മഹാത്മാവിൻ്റെ പുണ്യദിനം, ജന്മദിനം നമ്മൾ ആലോചിക്കുമ്പോൾ അത് നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദത്തെ നൽകുന്നതാണ്. അത് ഓണവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഗുരുവിൻ്റെ ഈ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ മഹാത്മാവിൻ്റെ ജീവിതം, അത് മാനവരാശിക്ക് വേണ്ടി ബലിയർപ്പിച്ച ആ ഒരു ജീവിതത്തെ നമ്മൾ മാതൃക ആക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം എന്നും ശാന്തപൂർണമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ആ സുഖപ്രാപ്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പലരും പലരെയും മാതൃകയായി എടുക്കുന്നുണ്ട്. കലാകാരന്മാരെയും, അതുപോലെ തന്നെ സ്പോർട്സ്, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളെല്ലാം അവരുടെ ടേസ്റ്റ് അനുസരിച്ച്, അവരുടെ മനസ്സിൻ്റെ, അവരുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും അവർ മാതൃകയാക്കി എടുക്കുന്നത്. നമ്മളുടെ ഫാഷൻ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ അറിയാം. ഹെയർ സ്റ്റൈലുകൾ, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളതിനെ അവർ മാതൃകയാക്കി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ വിവേകമുള്ള മനുഷ്യൻ മാതൃകയാക്കേണ്ടത് വിവേകികളെയാണ്. അതായത് ഗുരുവിനെ പോലെയുള്ള ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ ഒക്കെ മാതൃകയാക്കിയാൽ കിട്ടുന്ന ഗുണം നമ്മൾക്കും ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നിന്ന് നമുക്ക് സുഖ ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മറ്റുള്ളതിനെയൊക്കെ നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നമ്മൾ അവനവനെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് നമ്മളെ ദുഃഖത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാഷനെ കുറിച്ച് അതിനകത്ത് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, അത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ദുഃഖിതരാകും. അങ്ങനെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മനസ്സ് തളർന്ന് നിരാശരായി പോകുന്നുണ്ട്. മിക്കവാറും ആത്മഹത്യകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, പല മോഹഭംഗങ്ങൾ, ടെൻഷൻ, അതുപോലെ മറ്റുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെ അതിന് കാരണമാകുന്നുണ്ട്. അവരൊന്നും അറിവുള്ള ആളുകളെ അനുഗമിച്ചതായിട്ട്, അവരെ മാതൃകയാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്ക് എത്രയോ ഗുരുക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങ് പുറകിലേക്ക് നോക്കുമ്പോൾ വ്യാസ ഭഗവാൻ തുടങ്ങി ഈ അടുത്ത ഇതിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ വരെ മഹർഷിമാർ. കാരണം വെറും സിദ്ധിയുള്ളവരല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തനതായ ദർശനം, മാനവരാശിയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്, വളർച്ചയ്ക്ക് ഒക്കെ നൽകിയിട്ടുള്ള അറിവുകൾ, അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടുവാനോ അതിൽ നിന്ന് പാറ്റൻ്റ് എടുക്കുവാനോ ഒന്നും വേണ്ടിയല്ല. ഇന്ന് പലരും പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ട് അത് അവരുടെ പേരിൽ പാറ്റൻ്റ് എടുക്കുന്ന
ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ശരിയായ രീതിയിൽ, അതൊക്കെ സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗുരുക്കന്മാരങ്ങനെയല്ല. അവർക്ക് സ്വാർത്ഥതയില്ല. മമത രഹിതാത്മനി നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പം മമതയില്ല, അവിടെ ആശിക്കുന്നില്ല, വെറുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളെ നമ്മൾ പിന്തുടരുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ വെളിച്ചം വീശുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി വരുന്ന സന്ദർഭത്തിൽ ആ ഒരു ദിവസം മാത്രം പോരാ, ജീവിതത്തിലുടനീളം ആ ഗുരുവിനെ നമ്മൾ വരവേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരു ഇവിടെ ജനിച്ച ആ ദിവസത്തെ നമ്മൾ ഓർക്കുമ്പോൾ, നമ്മളത് ആഘോഷിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു പ്രകാശം നമ്മൾക്ക് സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും കഴിയണം. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും കലാപരിപാടികളും ഘോഷയാത്രകളും ഒക്കെ മാത്രം ചുരുക്കിക്കഴിഞ്ഞാൽ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരില്ല. അപ്പോൾ അകത്ത് ഒരു വെളിച്ചമുണ്ടാകണം. ആ ഗുരുവിൻ്റെ ദിവ്യമായിട്ടുള്ള ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, ഹൃദയത്തിൽ ജന്മജന്മാന്തരങ്ങളായി ഇരിക്കുന്ന ഇരുട്ടിനെ എന്നേക്കുമായിട്ട് നമുക്ക് എടുത്തു കളയുവാനായിട്ട്, പ്രകാശം വരുമ്പോൾ തന്നെ ഇരുട്ട് എന്നേക്കുമായിട്ട് പോയിക്കോളും. അപ്പം അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഗുരുവിനെ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഈ ജയന്തി എല്ലാവരുടെയും ഹൃദയത്തിൽ, കുടുംബങ്ങളിൽ, നാട്ടിൽ, അതുപോലെ ലോകത്തൊക്കെ പ്രകാശം വിതറുന്ന ഒരു ദിനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.